ഞമ്മ ഇന്നലെ ബീച്ച് കാണിക്കാനും ബീച്ചിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ബീച്ച് എക്സ്പീരിയൻസ് ആണ് ലേസിന്റെ. ഞമ്മ ട്രിവാൻഡ്രം ഇരിക്കുമ്പോ പോയിന്, പക്ഷെ അവിടെ ശംഖുമുഖം പോയപ്പോ അവിടെ ക്ലോസ് ഉണ്ടായി. അതിനോണ്ട് തന്നെ ലോങ് എന്നാണ് ഓൻ കണ്ടത്. അപ്പൊ എന്ത് സംഭവം ഓൻ തിരിഞ്ഞിട്ട. സോ ഞമ്മ വിചാരിച്ച് ഞമ്മ ഇന്ന് കൊണ്ടുപോയിട്ട് നമ്മളെ ഉപ്പള ബീച്ച് കാണിക്കാന്ന്. ഉപ്പളത്തേക്ക് ഞാൻ എന്തായാലും പോകുന്ന ഇടയ്ക്കിടക്ക് എത്ര ഹാപ്പിനെസ് എത്ര സങ്കടം വന്നു ആടെ പോയിട്ട് ഇരുന്നെങ്കിൽ കുറച്ച് സമാധാനമാണ്. അപ്പൊ ബീച്ചിലേക്ക് പോയെങ്കിൽ നിങ്ങൾക്കും സമാധാനമാണെന്ന് കമന്റ് ആക്ക്. ഇനിയല്ലേ ലേസിന് തണ്ണി അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം. പൈപ്പിലെല്ലാം തണ്ണി വരുമ്പില്ലേ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോ ഭയങ്കര ഹാപ്പിയിലിരിക്കുന്നു. പക്ഷെ തോർത്തൊന്നും മാത്രം ഇഷ്ടമല്ല കിടാവിന്. അപ്പൊ അവന്റെ എക്സൈറ്റ്മെന്റ് ആ കാണുമ്പോ ഇങ്ങനെ അത്ഭുതത്തോടെ അവൻ ബീച്ചിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അല്ലേ എനിക്ക് രണ്ടാൾക്ക് ഭയങ്കര ഹാപ്പി. അപ്പൊ ഞമ്മ വിചാരിച്ചാൽ നല്ല താഴേക്ക് ഇറക്കാന്ന്. അങ്ങനെ അപ്പൊ നല്ല മുറുക്കനെ ഓടിച്ചിട്ടുണ്ടായി. അങ്ങനെ അവനക്ക് ഭയങ്കര ഹാപ്പി. തണ്ണി വന്നിട്ട് കാൽക്ക് വീമ്പിൽ അവൻ ഭയങ്കര കുസ്സിയിൽ തുള്ളുന്നുണ്ട്. മാഷാഅല്ലാ. ഓയില്ലേ നടക്കാനല്ല മെല്ലെ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ മൂവ് ആക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഹാപ്പി, എന്തോ ഒരു ഹാപ്പിയായി. ഞാൻ ഇപ്പോൾ അപ്പനോട് നമ്മ ജസ്റ്റ് ബീച്ചൊക്കെ പോയി എന്തെങ്കിലും ചിലട്ട് മുടങ്ങുന്നു. പക്ഷെ ഇന്ന് പോയാല് നല്ല വൃത്തായിട്ട് തോന്നി. കാരണം അവന്റെ ഹാപ്പിനെസ് കണ്ടപ്പോ നമ്മ ഇടക്കിടക്ക് മുമ്പ് പോയിക്കോണുണ്ടായി. നമ്മ പീസ്ഫുൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ ഉപ്പള ബീച്ചിൽ പോകണം. അല്ല ക്രൗഡും കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ മഞ്ചേശ്വരം ബീച്ചിൽ പോകണം. നമ്മ അധികം പോയാലും ഉപ്പള ബീച്ച്, കാരണം അവിടെ അത്ര ആളൊന്നും ഉണ്ടാവുന്നില്ല. നമുക്കല്ലേ പീസ് ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ എത്ര ഹാപ്പിനെസ്സും സങ്കടം എല്ലാം ഉണ്ടെങ്കിൽ ആൾക്കാണ് പോകുന്നത് അധികം. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് നമ്മൾ ബീച്ചിൽ പോയിട്ടേ ഇല്ല. അപ്പൊ ഇന്നാണ് പോയത്. പോയിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിന്. കുറെ ആയി ഞാൻ വീഡിയോ ഒന്ന് പോസ്റ്റ് ആക്കാതെ. ഒന്നും നമുക്ക് ടൈം കിട്ടുന്നില്ല. ടൈം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകുന്നു. പിന്നെ എന്താന്നല്ലെങ്കിൽ ഞങ്ങൾക്ക് വർക്ക് ശരിയാകുന്നില്ല. അങ്ങനത്തെ എല്ലാം കുറച്ച് പ്രശ്നമെല്ലാം ഉണ്ട്. അന്നൊക്കെ ഞാൻ ഈ മദർഹുഡ് എൻജോയ് ചെയ്യിക്കോണുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ ഇടാത്താൻ പറ്റില്ല. പിന്നെ വെച്ചിട്ട് ഞങ്ങൾക്ക് സങ്കടമാണ്. ഇടുന്നില്ല, ഒരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ആക്കുന്നില്ല. 2026 എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ആക്കണോന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്താക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഉള്ളത്. എനിക്ക് ലാഡ്ക്ക് ഭയങ്കര കുറച്ചധികം ആകുമ്പോൾ മടുക്കുന്നു. പക്ഷെ ഇല്ല, ഈ ബീച്ചിലേക്ക് വന്നെങ്കിൽ എത്ര വന്നു നമുക്ക് മടുക്കുന്നില്ല. വ്യോമ എടുക്ക് വന്നെങ്കിൽ ടൈമും പോന്നു. മരുമ്പന്നെ പിന്നെ റിട്ടേൺ പോകണം എനിക്ക്. നമ്മ പിന്നെ പോയത് എല്ലാം ഗാർഡൻ ഉണ്ട്. ലേസിന് പോവാനേ മനസ്സിലായി. എന്നെ പോലെ തന്നെ ബീച്ച് ഭയങ്കര ലൈക്കായിനി. അപ്പൊ നല്ല സൺസെറ്റും കാര്യമെല്ലാം കണ്ടിട്ടാണ് നമ്മ പോയത്. അപ്പൊ പിന്നെ ലേസിനോടത്തിട്ട് ഇങ്ങനെ ആസ്വദിച്ചോണ്ടേ എന്നോട് അമ്മ വീഡിയോ എടുക്കണ്ട, നമ്മ കുറച്ചു നേരം ആസ്വദിക്കാന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ചോണ്ടേ ഇടയ്ക്ക് ചെറിയ ചെറിയ ക്ലിപ്പ് എടുത്തോണ്ടേ. ഞാൻ എപ്പോ ബീച്ച് പോയെങ്കിലേ പൊയ്യലിങ്ങനെ അപ്പു പൊമ്മി പൊമ്മി അപ്പ് എന്തെങ്കിലും യോതലുണ്ട്, എപ്പോ യോതലുണ്ട്. പക്ഷെ ഇന്ന് പോയപ്പോ ഞാൻ ലേസ് അൽഹാൻ മാത്രം ചെയ്തത്. അപ്പൊ പൊമ്മി യോതനേ മറന്നു. ഇനി ലേസ് വന്ന പിന്നെ എന്റെ ലൈഫിൽ കുറേ ചേഞ്ചസ്, എനിക്ക് കുറേ ചേഞ്ചസ് അല്ലെങ്കിൽ എന്റെ പ്രയോറിറ്റി മാറി. പക്ഷെ എന്തായാലും എന്റെ ഫസ്റ്റ് ലവ് എന്റെ അപ്പു തന്നെ, അത് മാറാല എന്തായെങ്കിലും. പക്ഷെ അങ്ങനെ ഞമ്മ മൂന്നാളും ബീച്ചിലേക്ക് ജസ്റ്റ് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇല്ലേ നല്ല ചണ്ടി ആയിട്ടുണ്ടായി. പിന്നെ നല്ല പൊയ്യുണ്ടായി, വല്ലോട് പൊയ്യുണ്ടായി, ഒരു പരി കിട്ടാനുള്ള പൊയ്യുണ്ടായി. അപ്പൊ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.